സർ, നയമാറ്റം എല്ലാ മേഖലയിലും കാണാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ മറന്നു വെച്ച് വേദന അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അർഷിനുമാരെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അതേ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ച് പുഞ്ചിരിക്കുന്ന അർഷിനുമാരുടെ മുഖമാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ആശമാരുടെ സമരവും അതിനെ അവഗണിക്കുന്ന ഒരു ഭരണകൂടവുമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അവർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ച പുഞ്ചിരിക്കുന്ന ആശാവർക്കന്മാരെയാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ എനിക്ക് ചികിത്സ ലഭിച്ചില്ല, ദിവസങ്ങളോളമായി ഞാൻ സ്കാനിങ്ങിന് വേണ്ടി കിടക്കുകയാണ്, ഞാൻ മരിച്ചാൽ അതിന്റെ ഉത്തരവാദി ഇതിന്റെ അധികാരികളാണ് എന്ന് പറഞ്ഞു മരിച്ചുപോയ വേണുമാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ആ വേണുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്ത് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിനെയാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളം ഒന്നാകെ പറയുന്നത് LDF നിന്ന് UDF ദൂരം എന്ന് പറയുന്നത് തെറ്റിൽ നിന്ന് തിരുത്തലുകളിലേക്കുള്ള ദൂരമാണെന്നാണ് എന്ന് ഈ നാടൊന്നാകെ പറയുന്നു. സാർ, സിയാറ്റിലെ ചീഫിന്റെ ഒരു പ്രസക്തമായ ഒരു കോട്ടുണ്ട്. ഓൺലി വെൻ ദ ലാസ്റ്റ് ട്രീ ഹാസ് ബീൻ ഫെൽഡ്, ദ ലാസ്റ്റ് റിവർ പോയ്സൺഡ്, ദ ലാസ്റ്റ് ഫിഷ് കോട്ട്, men will know that he cannot eat money. അവസാനത്തെ പുഴയും മലിനമാക്കപ്പെട്ടാൽ, അവസാനത്തെ മരവും മുറിച്ചു മാറ്റിയാൽ, അവസാനത്തെ മീനും പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകും അവന് പണം തന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പായി അത് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കേരളയിലടക്കമുള്ള പദ്ധതിയെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പരിസ്ഥിതി കിണങ്ങുന്ന വികസന സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്ന് പറയുന്നു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുവള്ളിയുടെ ജനനായകൻ PK ഫിറോസിന്റെ വാക്കുകളാണ് നിയമസഭയിൽ മുഴങ്ങിയത്. കന്നിപ്രസംഗം. നിയമസഭയിൽ ആദ്യമായിട്ടാണ് നിയമസഭയിൽ അംഗമാകുന്നത്. കന്നിപ്രസംഗത്തിൽ തന്നെ വളരെ കൃത്യതയാർന്ന തീപ്പൊരി ഐറ്റമായി മാറിയിരിക്കുകയാണ് PK ഫിറോസിന്റെ സംസാരം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ നടത്തിയ കൊള്ളരുതായ്മകൾ എണ്ണി പിണറായി വിജയനെ മുന്നിലിരുത്തിക്കൊണ്ട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട്, ഇനിയിപ്പോൾ ഞാൻ മുഖത്ത് നോക്കി എന്ന് പറയുമ്പോൾ സഖാക്കൾ പറയണ്ട, പിണറായി വിജയന്റെ മുഖം കാണൂല, പിൻഭാഗേ കാണുള്ളൂ, പിണറായി വിജയൻ മുന്നത്തെ വരിയിലായിരിക്കണമെന്ന്. മന്ദബുദ്ധികളാകുന്ന ഈ കൃമികീടങ്ങൾ ചിലപ്പോൾ അതും പറയും. എന്നാലും പറയാണ്, പിണറായി വിജയനെ സഭയിൽ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചെയ്ത് കാണിച്ച ക്രൂരതകളും തമ്മാടിത്തരങ്ങളും എണ്ണി പറഞ്ഞ് കന്നിപ്രസംഗം ഗംഭീരമാക്കിയിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PK ഫിറോസ്. PK ഫിറോസിന്റെ പോരാട്ട വീര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പല സമരമുഖങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിനേക്കാളൊക്കെ ഉപരി PK ഫിറോസ് നടത്തിയ പോരാട്ടത്തിൻ്റെ പുറകില് അതിൻ്റെ കര പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന കൊച്ചാപ്പയടക്കം കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് പുറത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചാപ്പാനെ പറയുമ്പോൾ എനിക്ക് എപ്പം കാവും പുറത്ത് ചായപ്പീടിയാണ് ഓർമ്മയാണ്. മൂപ്പര് ചായപ്പീടി തുറക്കണത് സുബഹിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ചായപ്പീടി തുറക്കണത്. ചായപ്പീടിയ തുറന്നോന്ന് നോക്കിയിരിക്കുക കൊച്ചാപ്പ ഓടിയെത്തും. ളുഹറിന് ബാങ്ക് കൊടുക്കുന്നത് വരെ അവിടെ ഇരിക്കും, ചോറുന്നാൻ സമയമാകുന്നത് വരെ. പിന്നെ നേരെ വീട്ടിലേക്ക് പോകും. ചോറ് തിന്ന് ഒന്ന് കിടന്ന് ഒരു മയക്കൊക്കെ കഴിഞ്ഞ് മൂപ്പര് വീണ്ടും വരും. കൊച്ചാപ്പയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ കൊച്ചാപ്പയെ മന്ത്രിസഭയിൽ നിന്ന് വലിച്ചു വാരി താഴെയിട്ട വ്യക്തിയാണ് PK ഫിറോസ്. ഇന്ന് PK ഫിറോസ് UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 ആഴ്ചയാവുന്നുള്ളൂ അല്ലേ? ഈ 2 ആഴ്ച കൊണ്ട് ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരങ്ങളെ തിരുത്തിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? PK ഫിറോസിന്റെ വാക്കുകളിൽ എല്ലാം ഉണ്ട്. കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കന്നി പ്രസംഗം വളരെ കൃത്യതയോടുകൂടി നിയമസഭക്കകത്ത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന ഒരു സാമാജികനായിട്ട് അതിൻ്റെ എല്ലാ സൂചനകളും PK ഫിറോസ് കേരളത്തിൻ്റെ നിയമസഭയിൽ കാണിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ സർക്കാർ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ
സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തി ജീവൻ പൊലിഞ്ഞ എത്രയധികം ആളുകളാ, ചികിത്സ തേടിയെത്തി ജീവിതം തന്നെ താറുമാറായ എത്രയധികം ആളുകളാ. രണ്ടുമുണ്ട്. ചികിത്സ തേടിയെത്തിയിട്ട് ജീവൻ നഷ്ടമായവരുണ്ട്, ചികിത്സ തേടിയെത്തിയിട്ട് ജീവിതം താറുമാറായവരുണ്ട്. അങ്ങനത്തെ ഒരു കുത്തഴിഞ്ഞ ഭരണ സംവിധാനമായിരുന്നു കഴിഞ്ഞ 10 വർഷം അല്ലേ. കുറ്റകൃത്യങ്ങളല്ലേ, കൃത്യമായിട്ട് തെറ്റുകൾ എന്നതിനെ പറയാൻ പറ്റില്ല, കുറ്റകൃത്യങ്ങളായിരുന്നു അല്ലേ. അർഷീനെ പ്രസവിക്കാൻ പോയതാണ്, അർഷീനയുടെ വയറ്റില് കത്രിക വെച്ച് തുന്നിക്കെട്ടിയിട്ട് വിട്ടു. ഇത് അർഷീന മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം അല്ല, അർഷീനമാറുണ്ടായി കേരളത്തിൽ അല്ലേ, അർഷീനമാറുണ്ടായി. കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പിന് പോയ ബൈസ്റ്റാൻഡർ, രോഗിയുടെ കൂട്ടിരിപ്പിനുള്ള വ്യക്തി, സ്ത്രീ, ബിൽഡിംഗ് പാടെ തകർന്നു വീണ് തലയിൽ വീണ് മരിച്ചു അല്ലേ. കാലിൻ്റെ മുട്ടിന് ശസ്ത്രക്രിയ പോയ വ്യക്തിയുടെ കണ്ണ് ചുകഴ്ന്നെടുത്തു. അങ്ങനെ നിരവധി അനവധിയായ പ്രശ്നങ്ങൾ ഈ സർക്കാർ വന്നു. സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം പ്രാരാബ്ദങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ഗതികേടുകളിൽ, ദുരിതത്തിൽ, സമരങ്ങളും ആവശ്യങ്ങളുമായിട്ട് സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങിയിട്ടും പരിഗണിച്ചില്ല പിണറായി വിജയൻ. പിണറായി വിജയന് അഹങ്കാരമായിരുന്നു, ധാർഷ്ട്യമായിരുന്നു. കാരണം എന്താ, പിണറായി വിജയന് ഒരു പ്രശ്നമില്ല. പിണറായി വിജയന് നെയ്മീൻ നക്കാൻ, അയക്കൂറ നക്കാൻ, പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് നക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരായ ആളുകൾ, ആ ആളുകൾക്ക് ഈ ദുരിതം പേറി നടക്കേണ്ടി വന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നു. ഉടനടി ഇത്തരം പ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ആദ്യം പരിഹാരം, അവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ് അല്ലേ. ആശുപത്രിയുടെ കാര്യം പറഞ്ഞാൽ അതൊരു ഭാഗത്ത്, വിദ്യാഭ്യാസ രംഗത്തോ അത് അതിനേക്കാളും വലിയ ഭൂലോക തോൽവിയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രംഗം. ഇനി അതും കഴിഞ്ഞാലോ, ധനകാര്യ വകുപ്പ് എടുത്തു നോക്കിയാലോ, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി താറുമാറായി. ഇനി കടം വാങ്ങാൻ ഒരു ബാക്കിയില്ല, ഒരിടവും ബാക്കിയില്ല. എല്ലാ മേഖലയിലും കടം 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 കയറി വലഞ്ഞവൻ്റെ ഒരു പ്രതീകമായി കേരളം മാറി. അവിടെയാണ് UDF സർക്കാർ വരുന്നത്. കൃത്യമായിട്ട് ചേർത്ത് നിർത്തലുകൾ. തൻ്റെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതേ ആശുപത്രിയിൽ അർഷീനയ്ക്ക് ജോലി. ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം അല്ലേ. ADM നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണം. പിണറായി വിജയന്റെ ഗുണ്ടകൾ, ക്രിമിനൽ ഗുണ്ടകൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനെതിരെ അന്വേഷണം. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് VD സതീശൻ സർക്കാർ അങ്ങനെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണിന്ന് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ കൃത്യമായിട്ട് PK ഫിറോസ് അടിവരയിട്ട് പറഞ്ഞത് അല്ലേ. അതിൽ PK ഫിറോസ് പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ദൂരമെന്ന് പറയുന്നത്, LDF സർക്കാരും UDF സർക്കാരും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത്, പിണറായി വിജയൻ ചെയ്തു കൂട്ടിയതിനെയൊക്കെ തെറ്റുകൾ, അക്രമങ്ങൾ, ധാർഷ്ട്യങ്ങൾ, അഹങ്കാരങ്ങൾ, ഹുങ്ക്, അധികാരത്തിൻ്റെ ധാർഷ്ട്യം എല്ലാത്തിനെയും തിരുത്തി സാധാരണക്കാരായ ജനങ്ങളെതാ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര അല്ലേ. UDF സർക്കാർ അധികാരത്തിൽ വന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നു. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. പിന്നെയോ ആശാമാർ എത്ര ദിവസമാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത്. ആ സ്ത്രീകളോട് പിണറായി വിജയന്റെ സമീപനം എന്തായിരുന്നു? ആ സ്ത്രീകളെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. ആദ്യ സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 3000 രൂപയുടെ ഓണറേറിയത്തിൽ വർധനവ് അല്ലേ. പ്രൈമറി ടീച്ചർമാരുടെ, ആയമാരുടെ, പാചക തൊഴിലാളികളുടെ, അംഗൻവാടി ടീച്ചർമാരുടെ ഒക്കെ ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധനവ്. അവിടെയും തീർന്നില്ല.
വിദ്യാർത്ഥിനികൾക്ക്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ സ്റ്റേറ്റ്മെന്റ്. അവിടെ തീർന്നോ? തീർന്നില്ല. ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ട് കേരള സർക്കാർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അനുഭവിച്ച ദുരിതങ്ങൾക്കുള്ള ഒരു പ്രായശ്ചിത്തമായിട്ടാണ് UDF സർക്കാർ എല്ലാവരെയും കേട്ടുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, എല്ലാവരെയും കേൾക്കും, മാക്സിമം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് സർക്കാർ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് മുമ്പിൽ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട്. ആ പിണറായി വിജയനെ മുന്നിലിരുത്തിക്കൊണ്ടാണ് ആ പിണറായി വിജയൻ കേൾക്കെ പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ എണ്ണി 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 പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന KT ജലീലിനെ താഴെ വലിച്ചിറക്കിയ അതേ PK ഫിറോസിന്റെ കഞ്ഞി പ്രസംഗം അല്ലേ, വളരെ കൃത്യമായിട്ട് VD സതീശൻ, ഞാൻ ഇന്നിപ്പോ നിയമസഭയിൽ പല ആളുകളും സംസാരിക്കുന്നത് കണ്ടു. വളരെ ഭംഗിയായിട്ട് ഭരണപക്ഷത്തിരിക്കുന്ന അംഗങ്ങൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, കൃത്യമായിട്ട് ഓരോ അംഗങ്ങളുടെയും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും കൃത്യമായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഇടപെടലുകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയാണ് ഞാൻ ഇന്ന് കണ്ടത്. മനസ്സിലായില്ലേ? ലീഗിൻ്റെ മാത്രമല്ല, ഞാൻ ഇന്നിപ്പോൾ PK ഫിറോസിൻ്റെ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് M വിൻസെൻ്റ് കോവളത്ത് നിന്നുള്ള UDFൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടത്. വളരെ കൃത്യമായിട്ട് ഈ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു VD സതീശൻ എഫക്റ്റ് പൊതുവെ ഭരണപക്ഷ അംഗങ്ങളുടെ എല്ലാവരുടെ ഇടയിലും ഒരു പ്രതിധ്വനിക്കുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. എല്ലാവരിലും ഒരു സ്വാധീനം, VD സതീശൻ സ്വാധീനം എല്ലാവരുടെയും സംസാരങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടത്? ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ്റെ ചില പ്രസംഗങ്ങളും നിയമസഭയിൽ നടന്നു. അദ്ദേഹം എത്ര കൃത്യമായിട്ട് പഠിച്ച് ഡാറ്റകൾ വെച്ച് കണക്കുകൾ മുൻനിർത്തി കണക്കുകൾ അവതരിപ്പിച്ച് എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. KN ബാലഗോപാലിൻ്റെ ചൊറിഞ്ഞുകൊണ്ടുള്ള വരവ്, അത് മുളയിലേ അങ്ങ് നുള്ളിക്കളഞ്ഞു VD സതീശൻ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും കേരളത്തിൻ്റെ UDF ഗവൺമെൻറ് കേരളം ജയിക്കും, UDF നയിക്കുമെന്ന് വെറുതെ പറഞ്ഞതല്ല, കേരളം ജയിച്ചത് തന്നെയാണ്. സർക്കാർ നയിക്കുന്നത് സതീശനാണെങ്കിൽ പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ട്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സുമുണ്ട്. ഇതിനപ്പുറം കേരളത്തിൻ്റെ മലയാളി മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മലയാളി മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മലയാളി അവനെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അവൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ബാക്കിയെല്ലാം മലയാളി അവനെന്നെ തീർക്കും. അത് മലയാളിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അവൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ അവൻ മറ്റുള്ളവർ വേണ്ട, പക്ഷെ അവനെ കേൾക്കാൻ ഒരാൾ, അത് കൃത്യമായിട്ട് കേരളത്തിൻ്റെ സർക്കാർ അവനെ കേൾക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കൃത്യമായ പ്രവർത്തനങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ 14 ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് വലിയ ജനപ്രീതി നേടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് UDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശന് വലിയ സഹായകരമാകുന്ന രീതിയിലുള്ള ഭരണപക്ഷ അംഗങ്ങളുടെ ഇടപെടലുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും PK ഫിറോസ് കന്നി പ്രസംഗം മിന്നിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും, വിസ്മയിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇടക്ക് പിണറായി വിജയനിട്ട് ഓരോ കുത്തും. ഇതൊക്കെ കേൾക്കാൻ പിണറായി വിജയന് ത്രാണിയുണ്ടാകണേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്.